കേരളം വിധിയെഴുതാൻ 9 ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. പ്രചാരണത്തിന്റെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ്. അത്രത്തോളം ആവേശത്തിലാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമുള്ളത്. ഏപ്രിൽ 26-നാണ് രാജ്യം കേരളത്തിന് വേണ്ടി വിധി എഴുതുന്നത്. അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും സംസ്ഥാനത്ത് ചൂട് പിടിച്ചു നടക്കുകയാണ്. എല്ലാ സ്ഥാനാർത്ഥികളും അവസാനഘട്ട വോട്ടെടുപ്പിലേക്ക് കടന്നു കഴിഞ്ഞു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിക്കഴിഞ്ഞു. കോഴിക്കോടും കോട്ടയവുമെല്ലാം അടുത്ത ദിവസങ്ങളിലൊക്കെ സന്ദർശിക്കാൻ എത്തുന്നുണ്ട്. ഇത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾക്ക് വലിയ ആവേശം പകരുന്നതാണ്. കോൺഗ്രസിന് വേണ്ടി വലിയൊരു താരനിര തന്നെ സംസ്ഥാനത്തേക്ക് വരും ദിവസങ്ങളിൽ എത്തുന്നുണ്ട്. 20-ന് പ്രിയങ്ക ഗാന്ധി കേരളത്തിൽ എത്തുന്നുണ്ട്. തിരുവനന്തപുരത്തും മറ്റു 2 മണ്ഡലങ്ങളിൽ കൂടി പ്രിയങ്ക ഗാന്ധി പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കും. 24-ന് വയനാട്ടിലും പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി ഇറങ്ങുമെന്ന് KPCC വ്യക്തമാക്കിയിട്ടുണ്ട്. 23-ന് P ചിദംബരം, സച്ചിൻ പൈലറ്റ് എന്നീ നേതാക്കളും സംസ്ഥാനത്ത് UDF-ന്റെ പ്രചാരണത്തിനായി വരുന്നുണ്ട്. 22-ന് രാഹുൽ ഗാന്ധി വീണ്ടും കേരളത്തിലെത്തും. അദ്ദേഹം ആലപ്പുഴ അടക്കമുള്ള 3 മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കും. അതോടൊപ്പം തന്നെ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, അതുപോലെ തന്നെ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അടക്കമുള്ള നേതാക്കളും വരും ദിവസങ്ങളിൽ കേരളത്തിലെത്തും. അത്തരത്തിൽ താരപ്രചാരകരെ ഇറക്കിയുള്ള വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകുകയാണ് കോൺഗ്രസ് നേതൃത്വം. സ്ഥാനാർത്ഥികൾ അവർക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ വാഹന പ്രചാരണ ജാഥ അടക്കമുള്ള കാര്യങ്ങളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. 24-നാണ് കേരളത്തിൽ കലാശക്കൊട്ട്. 25-ന് മൗനപ്രചാരണവും 26-ന് പോളിംഗ് ബൂത്തിലേക്കും കേരളം കടക്കും.